ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഈ സിനിമ ഞാൻ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്. അല്ലാണ്ട് ഇത് ഏതൊരു മതത്തിനും ഒരിക്കലും ഹരിച്ചിട്ടില്ല. നമ്മളോട് ഇന്ന് സംസാരിച്ചുകൊണ്ട് എന്തായാലും ഒന്നും നടക്കില്ല. ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം ഈ സിനിമ കാണാനായി. കണ്ടാൽ മാത്രമേ ഇത് എവിടേക്കെങ്കിലും എത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹമൊന്നും ഇതിന്റെ പിന്നിലില്ല. മനുഷ്യന്റെ മാനസിക നില എങ്ങനെയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിതൊക്കെ ന്യൂസ് വാർത്തയാകുമ്പോഴാണല്ലോ അറിയുന്നത്. ഇന്നൊരു വാർത്ത വരുമ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും. അതിന് ഒരു സെക്കൻഡ് മുൻപ് വരെ നമ്മളൊന്നും അറിയുന്നില്ല. ഇത് ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും ഇപ്പൊ ഇവിടെ നടന്നിട്ടുണ്ടാവും. നാളെ അത് വരണം, അപ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് ഒന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എല്ലാ മ്യൂസിക് ഡയറക്ടർക്കും അല്ലെങ്കിൽ എല്ലാ നടന്മാർക്കും എല്ലാ ഡയറക്ടർക്കും ഒക്കെ തുടക്കം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മുമ്പിലേക്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തു. ഈ ഒരു ചോദ്യം നേരിട്ട് ഞാൻ ഏകദേശം ഇവിടം വരെ എത്തി. പക്ഷെ ഇവിടെ ഞാൻ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അത് വിജയിച്ചു എന്നുള്ളത് പറയുന്നത് നിങ്ങളാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ സിനിമ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ നന്നാവുന്നില്ല. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് മൊത്തത്തിലുള്ള എമൗണ്ട് പറഞ്ഞു കൊട്ടേഷൻ. അപ്പൊ അങ്ങനെ ലാഭം പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സിറാജ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. ഏകദേശം ഒരു 10-25 വർഷക്കാലം സിനിമാ മോഹമായിട്ട് നടന്ന് ഇപ്പോൾ ഈ സിനിമ എന്ന ഒരു സർക്കിളിലേക്ക് എത്താൻ ഇത്രയും കാലം വേണ്ടി വന്നു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട്. ആദ്യ സംരംഭമാണ്. അതിന് ഇനി എത്ര വലിയ കലയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരാൾ നമ്മളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏറ്റെടുത്ത ഒരു വലിയ മനസ്സിനോടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന സലീം ഖാൻ. ആ സലീം ഖാനിലേക്ക് എത്താൻ കാരണക്കാരനായത് നവാസ് ഖായാണ്. അപ്പോൾ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ടീമിനൊപ്പം ചേർന്ന് നിന്ന ബിൻഷാദ് നാസർ, ശ്യാംലാൽ, ക്യാമറമാൻ ജിബ്രാൻ ഷമീർ, ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് പിന്നെ ബബീർ പോക്കർ, ഓറേറ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നിലവിൽ ഞങ്ങൾ 4 പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സിനിമയുടെ പുറകിൽ ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഒരുപാട് പേരെ പ്രയത്നവും ആഗ്രഹവും ഒക്കെയാണ് ഇവിടെ വരെ എത്തിച്ചേക്കുന്നത്. പിന്നെ എന്താ പറയാ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിനിമയെ നിങ്ങൾ ഇപ്പോൾ ഈ മീഡിയയിൽ കൂടി കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണണം. കാരണം ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയിപ്പിച്ചാൽ ഈ ഇതുപോലുള്ള പ്രൊഡ്യൂസർമാർ മുമ്പിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൊമേഴ്സ്യൽ സിനിമ, ഇതൊരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്, ഇതിലൊരു ബിസിനസ് ഉണ്ട്. എങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണിത്. അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പറയാതെ പോകുന്നവരുണ്ട്. പക്ഷെ അത് പറയാൻ ഞാൻ കുറച്ച് ചങ്കൂറ്റം കാണിച്ചു. അതിൽ എന്തൊക്കെയാണ് നേരിടേണ്ടത് എനിക്കറിയില്ല. എന്തായാലും ആരെയും ഇതിനകത്ത് ഹനിച്ചിട്ടില്ല. ഇത് പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം തന്നെ എടുത്തത്. ഇതൊക്കെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ. ഇനി ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ സലീം ഖാക്ക് മൈക്ക് കൈമാറും. എല്ലാവർക്കും നമസ്കാരം. അതിൽ നിന്ന് എല്ലാവരോടും നന്ദി പറയട്ടെ. പിന്നെ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ സിറാജും നവാസും കൂടി സമീപിച്ചപ്പോൾ തന്നെ ആ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ നമുക്കത് വലിയ താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു കച്ചവട സിനിമ ആക്കി എടുക്കാനല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സബ്ജക്റ്റ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് നല്ല നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തും, എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ള വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ
വെള്ളിത്തിരയിൽ കാണണം, ഒരു സിനിമയാകണം, ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട്. അപ്പൊ അതിനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ട് സംവിധായകനായ സിറാജ് റസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന്. ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയൊരു സംഭവമാണത്. കാരണം ആദ്യം തന്നെ പറഞ്ഞത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷമാണ് രേണയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, മറ്റുള്ള ഏതെങ്കിലും നല്ല ക്യാരക്ടർ അതിനകത്തുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഒരു 1 ലൈൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട്. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. വലിയ വലിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഭവത്തിലൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതും നമുക്കൊരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നല് മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം. ഞങ്ങള് അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാം എന്ന് പറയായിരുന്നു. പിന്നെ അതിന്റെ പുറകിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷെ വളരെ ബുദ്ധിമുട്ടി. കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കടന്നിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല, നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിന്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം, എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം, ഞാനൊരു സിനിമ എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഒരു ആൻസർ ഉണ്ടാവണം. അങ്ങനെയാണ് സലീം കെയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട്. അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കള്, മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകള് ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ്. അത് ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം തരാം. താങ്ക് യു. വർഷത്തിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നുമല്ല, ഈ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പക്ഷേ പുറത്തേക്ക് വരുമെന്നുകൂടി എനിക്കറിയില്ല. കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കണ്ടെടുക്കുക അത് വലിയ ഡിഫിക്കൽട്ടഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. പിന്നെ ഞാൻ സിറാജ്ക്കാലത്ത് ഫസ്റ്റ് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു മൂവിയാണ്, അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരരുത്, നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു മൂവി ആയിരിക്കണം. അപ്പോൾ ആ ഒരു വാക്ക് സിറാജ്ക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. നിങ്ങളെല്ലാവരും മൂവി കണ്ടതാണല്ലോ, നിങ്ങളും പുറത്തേക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക്സ്. വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ലെവലിൽ വേണം ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ആകാൻ പറ്റുന്ന ഒരു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മതം എന്ന് പറയുന്നത് തന്നെ തൊട്ടാൽ തീ പടരുന്ന ഒരു സാധനമാണ്. അപ്പം സ്വന്തം മതത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മറ്റുള്ളവരിൽ അറിയിക്കുമ്പോൾ പിന്നീട് എന്തെങ്കിലും എന്താ പറയാ ഒരു എതിർപ്പുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിരുന്നു. ഇല്ല, നമ്മളിതിനകത്ത് ആരെയും ഇൻസൾട്ട് ചെയ്തില്ല. ഒരു പള്ളി പോലും ഇതിനകത്ത് നിങ്ങൾ സിനിമ കണ്ടാവുള്ളൂ, ഒരു പള്ളി പോലും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഇത് ലോകം നമ്മൾ വിരൽത്തുമ്പിലാണെന്ന് പറയുമ്പോഴും, ഇന്ന് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോഴും ഇപ്പോഴും
മനുഷ്യർ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യർ മറ്റു മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പൊ തന്നെ ഈ അടുത്ത് തന്നെ കുറെ വാർത്തകൾ വന്നതാണ്, ഞാൻ മെൻഷൻ ചെയ്തത് സമകാലികമായിട്ട് തന്നെ കുറെ വാർത്തകൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇത് എൻ്റെ അനുഭവങ്ങളാണ്. ഈ കഥാപാത്രം നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ കുടുംബക്കാരിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ആരും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അവിശ്വാസത്തിൽ പോകുന്നവരുണ്ട്. പക്ഷെ ആ യഥാർത്ഥ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ആളുണ്ട്. അപ്പൊ ആരുടെ വിശ്വാസമാണ് അവിടെ വിജയിക്കുന്നതെന്നൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത്, പക്ഷെ ഇത് എല്ലാ വിഭാഗത്തിലും ഉണ്ടോന്ന് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തെയും ഫോക്കസ് ചെയ്യാത്തത്, മുസ്ലിമിനെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിച്ചത്? ഇത് എന്താന്ന് വെച്ചാല് മറ്റുള്ള മതങ്ങളിലൊക്കെ അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളാണ്. നമ്മളിത് ഒരു മതം ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല ഒരിക്കലും. ഇതിപ്പോ ഞാനൊരു വിശ്വസിക്കുന്ന ഒരു മതം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ. കാരണം എപ്പോഴും പറയുന്ന ഒരു വിശ്വാസമുണ്ട് നമ്മൾ, അതായത് എല്ലാത്തിനും കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ഇതേ ആളുകൾ തന്നെ പോയി മനുഷ്യരോട് തന്നെ പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുന്നതും കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഈ സിനിമ ഞാൻ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്. അല്ലാണ്ട് ഇത് ഏതൊരു മതത്തിനും ഒരിക്കലും ഹനിച്ചിട്ടില്ല. നാളെ ഇത് റിലീസിന് ശേഷം വിവാദങ്ങൾക്ക് വരാൻ ചാൻസ് എന്ന് വിചാരിക്കുന്നു, ചർച്ചയാവാനോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ വരാൻ ചാൻസ് എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഇത് മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? എല്ലാത്തിനും നേരിടാൻ ധൈര്യത്തോടെയാണ് ഇത് റിലീസിന് ഒരുങ്ങുന്നത്? അല്ല, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സിനിമയെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് അതിപ്പോ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നോർമലി ഒരു ചിത്രം എടുക്കുന്ന സമയത്ത് സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സിനിമ പോലൊരു മേഖലയിൽ. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്ട് ഇറക്കുന്ന സമയത്ത് അതിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇറക്കിയ തിയേറ്ററിൽ എത്ര നാള് നിൽക്കും എന്നൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, ബിസിനസ് കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ സബ്ജക്ട് എത്ര നാൾ പ്രേക്ഷകർ സ്വീകരിക്കുന്ന പേടിയുണ്ടോ? ഇതിപ്പോ ഞങ്ങള് ഈ സിനിമ കണ്ടിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം ഒരു തൃപ്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും അത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അത് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഇത് എന്ത് സിനിമയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് എന്തായാലും ഇതോടെ ഒന്നും നടക്കില്ല. ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം ഈ സിനിമ കാണാനായി. കണ്ടാൽ മാത്രമേ ഇത് എവിടേക്കെങ്കിലും എത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹമൊന്നും ഇതിന്റെ പിന്നിലില്ല. ഈ ഒരു സബ്ജക്ട് കേട്ടു. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പോലും എന്റെ പഠന ഇത് മരുമകൻ എന്നൂല് വന്നിട്ട് എഴുതി കൊടുക്കാറുണ്ട്. ചില കുട്ടികൾക്ക് പനിച്ചിട്ട് വരുമ്പോ അതൊരു വിശ്വാസമാണ് ആളുകൾ. അപ്പൊ അത് നമ്മുടെ വീടുകളിൽ നടന്നിരുന്നത്. എന്റെ വീട്ടിൽ ഇപ്പൊ യുവാക്ക് പുസ്തകമായിട്ടിരിക്കണം. പക്ഷെ ആ പുള്ളിക്ക് എന്റെ നടക്കാൻ അല്ലെങ്കിൽ മെമ്മറി ഉള്ള സമയത്ത് പുള്ളി ഇത് ചെയ്തായിരുന്നു വീട്ടിൽ. അത് കാശ് വാങ്ങിച്ചിട്ടല്ല, അത് മാത്രം. നോർമലി അതൊരു വിശ്വാസമാണ് അടുത്ത വീട്ടിൽ. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു മന്ത്രിച്ചു ഒരു സമാധാനം കിട്ടും എന്നുള്ളത്. എന്തായാലും ഇതിപ്പോ എവിടേക്കാണ് എത്താന്നുള്ളത് അറിയില്ല. എന്തായാലും ചർച്ച ചെയ്യപ്പെടട്ടെ, എന്ത് ശരിയെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ധാരണ ഒന്നും എനിക്കില്ല. എല്ലാം ദൈവം തീരുമാനിക്കട്ടെ, അത്രേ ഉള്ളൂ. നവാസ്കാക്ക് ഫസ്റ്റ് സബ്ജക്ട് കേട്ടുമ്പോ എന്താണ് ഫീൽ ചെയ്തത്? ധൈര്യത്തോടെ മുന്നേറാൻ തന്നെയാണ് തീരുമാനിച്ചത്? കാരണം നവാസ് കൊല്ലാറിങ്ങിയതാണ്. എന്താണ് ആദ്യം ഫീൽ ചെയ്തത്? ഇല്ല, ഫസ്റ്റ് നമ്മള് എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൂടുതലും ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമാശ കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു. അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം, പ്രശ്നങ്ങളൊക്കെ, ഒരുപാട് പ്രശ്നങ്ങളെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൗക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറെ ഏരിയകൾ ഇതിനകത്തുണ്ട്. ഈഴ എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് സീക്വൻസ് ഒക്കെ ആ കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അതിന്റെ ഒരു പോർഷൻ മാത്രമാണ്. പക്ഷെ അതല്ലാത്ത കുറെ പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതില് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരിലും ഒരു വീടിനകത്ത് തന്നെ
5 പേരാണെങ്കിൽ 5 ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയമാകാം, മതമാകാം, ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ്. അതിന്റെ ആ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം. അത്ര തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം, അങ്ങനെ ഒരു ഫോക്കസ് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു വിഷയമല്ല, ഒരു കുടുംബത്തിനകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഈഴ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം. അതായത് തിയേറ്ററിൽ വന്ന് കണ്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സേഫ് ആവും. അദ്ദേഹം ഇതുപോലെ നല്ല പടം വേറെ ചെയ്യും. ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങൾ ചീത്ത പറഞ്ഞ അദ്ദേഹം ചിലപ്പോൾ പോകും. ചീത്ത പറയില്ല, കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ്. പക്ഷെ ഇനി അടുത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അതിന്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷം. ഈ സിനിമയിൽ പറയുന്ന ചില സീൻസ് എന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ ഓൺ കമ്മ്യൂണിറ്റി തന്നെ പരിഹരിക്കുക എന്നൊരു സാധനമുണ്ട്. പുറത്തേക്ക് പ്രശ്നങ്ങൾ ഡോക്ടറിനൊന്നും കാണിക്കാതെ ഓൺ കമ്മ്യൂണിറ്റി തന്നെ വീട്ടിൽ നിന്ന് കിടക്കുന്നത് വീട്ടിൽ തന്നെ തീരണം, അല്ലെങ്കിൽ പുറത്തെ ആളെ അറിയിക്കരുത് എന്നൊരു സാധനമുണ്ട്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ പല കാര്യം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി തന്നെ കഴിഞ്ഞിടെ തന്നെ ഒരുപാട് ഡൗറി ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ പേരിൽ ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇപ്പോഴും ഈ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം അതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക്? അതില്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അതിപ്പോ ഇതൊന്നും ഈ ഒരു ചിന്താഗതി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യന്റെ മാനസിക നില എങ്ങനെയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിതൊക്കെ വാർത്തയാകുമ്പോഴാണല്ലോ അറിയുന്നത്. ഇന്നൊരു വാർത്ത വരുമ്പോഴാണ് അവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും. അതിന് ഒരു സെക്കൻഡ് മുൻപ് വരെ നമ്മളൊന്നും അറിയുന്നില്ല. ഇത് ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടാവും. നാളെ അത് വരണം, അപ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് ഒന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അതിന് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. മനുഷ്യന്റെ ചിന്താഗതികൾ, അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് അവർ ജീവിത ശൈലി വെച്ചുകൊണ്ട് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, പ്രാരാബ്ദങ്ങളൊക്കെ ഇതിനൊരു കാരണമായിട്ട് വന്നേക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. നമ്മുടെ ഈ വളർച്ചയിൽ എപ്പോഴും തടസ്സം ഒരു കല്യാണം വന്നാൽ പോലും ആദ്യമേ എല്ലാവരും ഏത് ജാതിയാ, നമ്മുടെ ആൾക്കാരാണോ എന്നൊരു ചർച്ച എപ്പോഴും നമ്മൾ എത്രത്തോളം ഉന്നതിയിൽ വളർന്നെന്ന് പറഞ്ഞാൽ പോലും ഒരു പിന്നോക്കം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. മതത്തിന്റെ ചങ്ങല അതൊന്നും നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ യോഗ്യനല്ല. ഞാൻ സിനിമ കാണാൻ സാധിച്ചില്ല, തീർച്ചയായിട്ടും കണ്ടിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് കേട്ടത്തോളം വെച്ചിട്ട്, അതായത് നിലവില് നമ്മളിപ്പം യൂട്യൂബിലാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും ചിലവര്, അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറൊക്കെ ഉണ്ട്. ഇവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്തീസ്റ്റ് സ്വഭാവമാണ് പറയുക. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വാസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വിശ്വാസികളെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർക്കുന്നില്ല എന്നും പറയും. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയോട് ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? എന്റെ അറിവില്ലായ്മ അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എനിക്ക് പുതിയ അറിവാ. ഞാൻ അത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞ അന്വേഷിക്കാറോ അല്ലെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ അതെന്താന്ന് ചെയ്യാത്ത ഒരാളാണ്. കാരണം നമ്മൾ വരുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ കണ്ണുകളിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടുപോകാന്നല്ല, അന്വേഷിച്ചൊരു പോക്കില്ല. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ പുതിയ അറിവാണ്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മതത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കി, അതായത് കുറെ വിശ്വാസികൾ അവര് വിശ്വസിക്കുന്ന അവരുടെ ഇഷ്ടം, അല്ലാതെ അവർ അതിനെ കുറ്റം പറഞ്ഞ് അതൊരു വരുമാന മാർഗമാക്കി എടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അല്ല, ഇതിന് ആക്ഷേപഹാസ്യം എന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ട് മുതൽക്കേ നമ്മള് പലതിനെ വിമർശിച്ചിരുന്നത്, പല നാടകങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്, ആക്ഷേപഹാസ്യത്തിലൂടെ മ്യൂക്രി വേദികളിലൂടെ ഇതാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അത് സിനിമയൊക്കെ ഒരു ഭാഗമാണ്. ഇതൊന്നും ആദ്യത്തെ ഒരു സംഭവമല്ല. പിന്നെ സിനിമയായി കാണുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ, അത് നമുക്ക് എവിടെ സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് കേട്ടിട്ടുള്ളതാണ്, ശരിയാണ്, ഇത് എൻ്റെ അടുത്തുള്ളതാണ്, അത് എൻ്റെ വീട്ടിലുള്ള ആളാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടായാൽ അത് നല്ലതാണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നിനെയും അത്തരത്തിൽ വിലയിരുത്തി സംസാരിക്കാനോ ഈ ഒരു വേദി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാനോ നമുക്ക് പറ്റില്ല.
എനിക്ക് സാധിക്കില്ല. അവസരം അതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഒരുപാട് കാലമായി ഹാസ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു തമാശ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കണം, അയാളിലേക്ക് എങ്ങനെ ചിരി എത്തിക്കണം എന്ന് ഒരു കലാകാരനെന്ന് നല്ലൊരു അറിയാം. പക്ഷെ ഇന്നൊരു കാലത്ത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഒന്ന് പറഞ്ഞ ബോഡി ഷേമിങ് ഇല്ലാത്ത, പണ്ടൊക്കെ നമ്മള് ആസ്വദിച്ചോണ്ടിരുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുന്നു എന്നുള്ള ലെവലുണ്ട്. അപ്പോൾ ഒരു തമാശ പറയണ പോലും 10 തവണ ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ? അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പല അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ ആ അതേ തമാശയിലൂടെ തന്നെ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അവർ അനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ, അവരുണ്ടാക്കുന്ന വിവാദങ്ങളെ വരെ നമ്മൾ തമാശവൽക്കരിക്കുമ്പോൾ ഒക്കെ അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അത് മാറിയിട്ടുണ്ട്. ആ മാറ്റം ചിലപ്പോൾ അനിവാര്യമാകാം. നമ്മൾ അല്ല, അത് കുറെ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത്, അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനും ഉള്ളതല്ലല്ലോ, അതിനുള്ള നിയമമുള്ളത്. കാരണം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്കൊരു വേദി കിട്ടി, ഒരു തമാശ പറയാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞ ഒരാളെ ഹനിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നേരത്തെ സിറാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി. കേൾക്കുന്ന ആളെ, ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയുമ്പോൾ അയാൾ കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അത്ര നമ്മൾ നോക്കിയാൽ മതി. ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ പ്രേക്ഷകരിലേക്ക് എനിക്ക് ഇന്ന സിഗ്നേച്ചർ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തി എന്ന് പറഞ്ഞ ലെവലിലേക്ക് ഒരു കഥാപാത്രം വായിക്കണം എന്ന് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു കഥാപാത്രം എത്തി എന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരിക്കലും ഇത്രയും ഇയേഴ്സ് ആയതുകൊണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ ചെയ്യുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അപ്പുറത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണിത്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് നല്ലതാണ്, എൻ്റെ ക്യാരക്ടർ നല്ലതാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാനായിട്ടിരുന്നതൊന്നുമല്ല, നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതിലെ കഥാപാത്രം വളരെ മോട്ടമുള്ള ഒരു കഥാപാത്രമാണ്. ഇത്രയും ചുറ്റുപാടും ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴും അതിന് നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ വിശ്വസിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, ചുറ്റും എപ്പോഴും കാണാമല്ലോ, നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. ഞാൻ പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ്, ഗോഡിനോട് സ്ട്രെയിറ്റ് ഉള്ളൊരു അപ്പിയറൻസ് ആണ്. കാര്യം ഇടയ്ക്ക് ഒരാൾ വേണ്ട കാര്യമില്ല. കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പാണ്. നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്നു പോവല്ലേ ആ സ്ഥാനം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിന് അസിസ്റ്റൻസ് ഉണ്ടാവും, പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഈശ്വരൻ അങ്ങനെ ഒരു ആൾ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം അത്രയും പവറുള്ള ഒരാളല്ലേ, എല്ലാവരുടെ കാര്യങ്ങളും സ്ട്രെയിറ്റ് എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. ചേച്ചി എന്ന് വിളിക്കാൻ കാരണം നമുക്ക് ആ സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തോന്നി. അതാണ് ഞാൻ ചേച്ചി എന്ന് വിളിക്കാൻ കാരണം. അപ്പം ഈ ഒരു റോള് തിരഞ്ഞെടുക്കാൻ തോന്നിയ ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ മതമാമൂലികളെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ യഥാസ്ഥിതികമായ മതവിശ്വാസങ്ങളെയും മതമാമൂലികളെയും തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതയാത്ര ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് വിദേശത്തു നിന്നും വരുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു കുടുംബിന് നേരിടുന്ന വിഷയങ്ങൾ, അതിനകത്ത് മതമാമൂലികളെ പൊളിച്ചെഴുതുന്നത് മാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കണം, പരസ്പരം സംസാരിച്ചാൽ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറുമെന്നും പറയാതെ പറയുന്നത്, അതുപോലെ തന്നെ പങ്കുവയ്ക്കലുകൾ, ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാര്യത്തിലായാലും, അങ്ങനെ നമ്മുടെ ചുറ്റുപാട്, എൻ്റെ കുടുംബത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നവാസികയുടെ കഥാപാത്രവും നമുക്കറിയാവുന്ന ഒരു കഥാപാത്രം. ഓരോരുത്തരും, ഞാനും ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാനും ആ ഒരു നിങ്ങൾ അവതരിപ്പിച്ച അതിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ മതമാമൂലികളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അത് എങ്ങനെ കെട്ടുറപ്പായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാതെ പറയുന്നുമുണ്ട് സിനിമ. അപ്പൊ എന്താണ് ഈ ഒരു പ്രൊജക്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്തായിരുന്നു? ഉണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഉൾസൈഡുകളിലായിരിക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ
സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഡയറക്ടറോടാണ്. ആലുവ സ്ലാങ് അല്ലെങ്കിൽ പെരുമ്പാവൂർ സ്ലാങ് ഇതിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താണ് പ്രേമം ഇറങ്ങിയപ്പോഴാണ് അത് കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. എന്താണ് അത് മാത്രം പിടിക്കാനുള്ള കാരണം? അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് ഈ മുസ്ലിം കൺസെപ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലം വരുന്ന സിനിമകൾ എപ്പോഴും പറയുമ്പോൾ അതായത് മലബാറിൻ്റെ കൾച്ചറും അല്ലെങ്കിൽ മലബാറിൻ്റെ സ്ലാങ്ങും ഒക്കെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോർത്തുകളോ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് കിട്ടുമോ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനം പാടില്ല എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന ആലുവ പെരുമ്പാവൂരിൽ നിന്ന് അടുക്കാണ്. അപ്പോൾ ആ ഒരു സ്ലാങ് ഇതിനകത്ത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന പോലെ ഞങ്ങളും ഈ കമ്മ്യൂണിറ്റി പെട്ടാണല്ലോ, നമ്മളിങ്ങനെയാണല്ലോ സംസാരിക്കണേ. ഇത് പറയാൻ വേണ്ടി വേറൊരു സ്ലാങ് നമ്മൾ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതേ നമ്മുടേതായ സ്റ്റൈലിൽ തന്നെ നമ്മുടെ ഒരു സ്ലാങ് തന്നെ ഉപയോഗിച്ചു, ശൈലി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിലെ പാട്ടുകൾ ചെയ്തത് അത് കണ്ടില്ല, ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാട്ടുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാനരചന ഞാൻ തന്നെയാണ്, സംഗീതം ഞാനാണ്. അപ്പം അത് അങ്ങനെയൊക്കെ തോന്നി ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്തിട്ടുണ്ട്. അത് വർക്കായി എന്നുള്ളതാണ്. നിങ്ങളാണ് ഇപ്പൊ കണ്ടില്ല എന്ന് പറഞ്ഞു, കണ്ടിട്ട് പറയുമ്പോഴാണ് അതിനൊക്കെ 3 ഗാനങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നമ്മുടെ ഫസ്റ്റത്തെ ടീസറിൽ ഇറങ്ങിയ ഒരു സോങ് അത്യാവശ്യം വർക്കായിട്ട് ട്രെൻഡ് 40 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു പുതിയ ഡയറക്ടർ ആയതുകൊണ്ടും പുതിയ മ്യൂസിഷ്യൻ ആയതുകൊണ്ടും എൻ്റെ ഈ ഒരു ഓഡിയോ റേക്സ് ഞാൻ ഇവിടുത്തെ സകല ചാനലുകളിലും പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ എന്നെ തഴഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു പുതിയ എല്ലാ മ്യൂസിക് ഡയറക്ടർക്കും അല്ലെങ്കിൽ എല്ലാ നടന്മാർക്കും എല്ലാ ഡയറക്ടർക്കും ഒക്കെ തുടക്കം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തു. ഈ ഒരു ചോദ്യം നേരിട്ട് ഞാൻ ഏകദേശം ഇവിടം വരെ എത്തി. പക്ഷെ ഇവിടെ ഞാൻ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അത് വിജയിച്ചു എന്നുള്ളത് പറയുന്നത് നിങ്ങളാണ്. നമ്മള് ഇങ്ങനെയുള്ള മതത്തിലെ ചില പോരായ്മകളല്ല, ചില സത്യങ്ങള് അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ആൾക്കാർ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചേകന്നൂർ മൗലവി പോലുള്ളവര് 5 നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞടുത്ത് ആള് തിരോധാനം സംഭവിച്ചതിന് ശേഷം, അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടില് ഇതിനെ പറയാനുള്ള ഒരു പ്രചോദനം, അതായത് ആ ധൈര്യം ഇവിടുന്ന് കിട്ടി? അല്ല, ഇതെന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മതം എല്ലാ ആളുകളുടെയും മതം മനോഹരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. മതം എപ്പോഴും മതം ഒരിക്കലും തിന്മയിലേക്ക് ആരും നയിക്കില്ല. മതം എപ്പോഴും നന്മ തന്നെ പറയണത്. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ട് നിങ്ങൾ ആളെ കൊല്ലുന്ന അല്ലെങ്കിൽ അയൽക്കാരെ ഉപദ്രവിക്കുന്നവരും പറയുന്നത്, എല്ലാവരും നന്മ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓരോരുത്തരും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് തുറന്നു പറയാം. എനിക്ക് ചങ്കൂറ്റം കാണിക്കണമെന്നുള്ളൂ. ഞാനത് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ എഴുത്തേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ്. ഇസ്ലാം മതത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്, ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുകയും പിന്നീട് അത് പരസഹായം തേടാൻ പോകുന്നതിനെതിരെയാണ് നമ്മുടെ ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഈ കണ്ടന്റ് ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക ബോധപൂർവമാണോ അദ്ദേഹത്തിലേക്ക് എത്തിയത്? അതിന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം തന്നെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് കുറച്ചൊരു ഇത് നമുക്ക് ഇപ്പൊ എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയ വലിയ അതായത് താരമും അദ്ദേഹം ആദ്യം സൂപ്പർ സ്റ്റാറിന്റെ അടുത്താണ് പോയത്. അപ്പൊ അടുത്ത മാസം കാണാന്ന് പറഞ്ഞു. പിന്നെ 1 വർഷം പറഞ്ഞു. അതായത് ഞാൻ പറയട്ടെ, സൂപ്പർ സ്റ്റാർ അതെ നവാസ്ക സൂപ്പർ സ്റ്റാർ ആണ്. കാരണം എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ഒരുപാട് നടന്മാർ നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് മിമിക്രി കലാകാരന്മാർ തന്നെയുണ്ട്. ഇവർക്കും സത്യത്തിൽ അർഹപ്പെട്ട കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. കാരണം എപ്പോഴും ബിസിനസിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നവാസ്കയും രഹ്നയൊക്കെ അസാധ്യമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ പെർഫോം ചെയ്താൽ അവർക്ക് കിട്ടുന്ന കഥാപാത്രം, കാരണം അതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ ഇന്നത്തെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടി അവർ പെർഫോം ചെയ്യും. അത് ഏറ്റവും വലിയ ഉത്തരമാണ് ഈ സിനിമ.
കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടും എന്നും കൂടി അതിനകത്തുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു എല്ലാവരും, ഞാൻ അങ്ങനെ പറയുന്നില്ല, എല്ലാവരും ഒരേ മതവിഭാഗത്തില് പെട്ടവരാണ് മെയിൻ സ്ട്രീമിലായിട്ട് ഇതിൽ വന്നത്, ഡയറക്ടർ ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ. അപ്പൊ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് ആൾക്കാർ അത് നിങ്ങൾക്ക് അതെ യാദൃച്ഛികമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ വർക്ക് ചെയ്തു. ഇപ്പൊ ആ ഉമ്മ കഥാപാത്രം ഷേർലി ടീച്ചറാണ്, ഒരു ക്രിസ്ത്യൻസാണ്. അങ്ങനെ ഇത് സിനിമയാണ്, ഒരു പക്ക സിനിമയാണ്. നമുക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തു, അവിടെ യാദൃച്ഛികമായിട്ട് സെയിം കമ്മ്യൂണിറ്റിയിൽ വന്നു. അതൊന്ന് ക്ലിയർ ചെയ്യണോ? കാരണം വെച്ചാല് ഈ കഥ വന്ന സമയത്ത് സിറാജ് നമ്മുടെ അടുത്ത് അദ്ദേഹം പറയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന ആളെ ചിന്തിച്ചിരുന്നു, ഇന്ന ആളത്ത് പോയിരുന്നു പറയില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ട് ഞാനിത് ശ്രമം നടത്തിയിരുന്നു. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ് ഉള്ള നടൻ വേണം, നടി വേണം നമ്മൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിന്റെ പുറകെ അവർ നടക്കും, കുറേ നടക്കും, പിന്നെ തളരും, പിന്നെ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന കുറെ വ്യക്തികളുണ്ട് അങ്ങനെ. ഉദാഹരണം ഇപ്പൊ റീസെന്റ് നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ്. ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, 3 വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സിറാജ് പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല, 2-3 പേരൊക്കെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഈ ഇപ്പൊ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ, അതിനെ നമ്മൾ വേറെ പോകാതിരിക്കാനാണ് പറയുന്നത്. അത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും, അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും, പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ ഞാൻ വന്നു പകരം അതിന് കൂടെ വേറെ നടി വന്നു, അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറെ നടൻ വന്നു എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന സംഭവം. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചത്, നീലാകാശം നിറയെ. കലൂർ രഘുമാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണത്, എയർ കാസ്റ്റിംഗ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചെത്തുന്നത്. ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ്, ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അത് അങ്ങനെ സംഭവം വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചത്. നോർമലി ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ജീവിതം തുടരുന്ന ലെവലിലേക്ക് എൻഡ് ചെയ്യുന്നു. ഇതിന്റെ എൻഡിങ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രശ്നത്തിനെ സൊല്യൂഷൻ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ അങ്ങനെ ലെവലിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എൻഡിങ് യൂസ് ചെയ്തത്? ഇത് നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, ഈ പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ സിനിമ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ നന്നാവുന്നില്ല, പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതായത് നമുക്കൊരു തോട്ട്, നമ്മൾ അതായത് ചിന്തിക്കാനൊരു സാധനം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, ആ വഴി തുടരുന്നവർക്ക് തുടരാം. നമ്മളാരെ തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ നമ്മൾ നടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. അമിതമായാലല്ലേ പ്രശ്നം. ഇപ്പൊ നാട്ടുമ്പുറങ്ങളിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഈ നൂല് മന്ത്രിച്ചേട്ട, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മന്ത്രിച്ചു കൊടുക്കുക, പഞ്ചസാര മന്ത്രിച്ചു കൊടുക്കുക, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്. ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ അതല്ല, അങ്ങനെ പറഞ്ഞല്ല. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മളെ ഒരു മതത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതൊക്കെ എല്ലാം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എല്ലാം ഇപ്പൊ അംബാനിക്ക് പ്രശ്നമുണ്ട്, യൂസുഫ് അലിക്ക് പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് ഇനി എന്തായാലും പരിഹാരം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഓരോ വില്ലന്മാര് കയറി വരുന്നത്. അപ്പൊ അവര് ഇത് മിസ്യൂസ് ചെയ്യും. കാരണം ഇവര് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ പൈസ മേടിക്കാതെ ആരെങ്കിലും പരിഹാര ക്രിയ ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടാവില്ല. ഒരു പ്രാവശ്യം ചെയ്യും, രണ്ടാമത് ചെയ്യുമ്പോ നമ്മളതിന്റെ ഒന്നും ആവശ്യമില്ല, അത് നേരിട്ടാണ് പറഞ്ഞാൽ മതി എന്ന് പറയും. അതാണ് നമ്മുടെ നിസ്സഹാവസ്ഥ മുതലെടുക്കുകയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്കിതിന്റെ പൂർണ്ണമായ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് അത് സിനിമ കണ്ടിട്ടാണ് നിങ്ങളിത് വിലയിരുത്തേണ്ടത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതുപോലെ ഒരു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് കഥാപാത്രം കൈകാര്യം ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടർ. ഈ പറഞ്ഞ മാർക്കറ്റ് വാല്യൂവിന്റെ പേരിൽ എപ്പോഴും റിജക്ഷൻസ് ഫേസ് ചെയ്തു? അതുണ്ടായിരിക്കാം.
അത് അറിഞ്ഞും അറിയാതെയും ഒക്കെ പലതും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളിപ്പോ ഒരു 4 പേര് വരുന്ന ഒരു കഥ, മെയിൻ ലീഡിങ് ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്, ഒരു 4-5 പേര് വരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. വളരെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളിലും എല്ലാ സിനിമാക്കാരിലും ഒക്കെ എല്ലാ നടന്മാരിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ എന്നുള്ളതല്ല, പലവരും പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ മാറ്റങ്ങള് ശരിക്കും സംഭവിച്ചേ മതിയാകും. അതായത് ബിസിനസ് മാത്രം, ഇപ്പോ സലീംക പറഞ്ഞ പോലെ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബിസിനസിന് വേണ്ടി മാത്രം വരുന്ന ആളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്നാള് മതി, അപ്പൊ അയാൾക്ക് മാർക്കറ്റ് ചെയ്യാൾക്കുണ്ടോ, എന്നാൽ ഇയാൾ മതി എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റിന്റെ വല്ല ക്ലാഷോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും ആ ഓപ്ഷനിലേക്ക് അടുത്ത ആള് വരിക. അതങ്ങനെ ഉള്ളൂ, സർവ്വസാധാരണ. എന്നെയോ? എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ്, ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ. അത് അവര് ചിലപ്പോ എന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതെന്താ വെച്ചാൽ ആ വിഷമം എനിക്ക് തോന്നാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വിഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നു കയറും. ഇപ്പൊ ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, എന്റെ ലൈഫിൽ എന്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ്. അതായത് ഇതിൽ കംപ്ലീറ്റ് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര കരച്ചിലാണ്. അതാ ചോദിച്ചത്. നവാസ്ക ഈ കുറെ നാളായിട്ട് അഭിനയിച്ചെന്ന് പറയുന്നു, ഇപ്പം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. ഈ നവാസ്ക കാരണം ഒരുപാട് കരണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് വീട്ടിൽ കരയേണ്ടി വന്നിട്ടില്ല. അതിപ്പോ എങ്ങനെയാണെന്ന് നവാസ്ക പറഞ്ഞു, അവര് ചോദിച്ചാൽ കുറെ നാളായിട്ട് കരയാതെ ഇരുന്നിട്ടായിരിക്കും സ്ക്രീനിൽ ഞാൻ അങ്ങനെ കരഞ്ഞെന്ന്. അല്ല, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ നേരത്തെ തുടങ്ങി, അതായത് ചെറുതലേ തുടങ്ങി എൻ്റെ ഫാദർ ഡ്രാമയില് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. ഉപ്പാടെ ഒരു വീക്ക്നെസ് ആണത്. കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് സിംഗി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് ഉപ്പയുടെ പേര് കൊച്ചിൻ ഹസനാർ എന്നാണ്. അപ്പോൾ ഉപ്പ ചെയ്യുന്നതായിട്ട് എനിക്കത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഫീൽഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് മാക്സിമം കിട്ടുന്ന സെന്റിയൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്യും. ഇപ്പോഴേ ഉപ്പാടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ, അതിനകത്ത് ആ ഉപ്പാടെ ക്യാരക്ടർ ചെയ്ത അദ്ദേഹത്തിനെ സ്ക്രീനിൽ കണ്ട സമയത്തെ ശരിക്കും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. അതായത് ഒരു അഭിനേതാവിനെ കൊണ്ട് നിർത്തി അഭിനയിപ്പിക്കുന്നത് പോലല്ല ഫീൽ ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ തന്നെ തോന്നി. അപ്പം അദ്ദേഹത്തിന് വേറെ സിനിമകളിൽ അങ്ങനെ കണ്ടു. എന്റെ കുഴപ്പമാണോന്ന് അറിയില്ല, ഫസ്റ്റ് മൂവി. അപ്പൊ ഒരു മൂവി ലേലത്തില് ചെറിയൊരു സമയം ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിയുടെ. അത് ജസ്റ്റ് ഒരു സീനാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോ മനസ്സിലാകുന്ന നാടക കലാകാരനായിരുന്നു എന്ന് പറഞ്ഞു. 45 years ആയിട്ട് ഡ്രാമ ഇപ്പോഴും മെയിൻ തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ഡ്രാമ അല്ല, പാട്ടുപെട്ടി എന്ന് പറഞ്ഞു. ഈ ഡയറക്ടറോട് ഇവരിലൂടെയാണോ അദ്ദേഹത്തിലേക്ക് എത്തിയത്, അതോ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു? ഇല്ല. അതായത് ഞാൻ ഇവരെ 2 പേരെയാണ് ആദ്യം നവാസ്ക, കാരണം രഹന ഓൾറെഡി ഫീൽഡിലില്ല. നവാസ്കയിലേക്ക് എത്താനും പറഞ്ഞാൽ ഞാൻ വിളിച്ചോ പറഞ്ഞു, ഇല്ലടാ ഞാൻ മെയിൻ ലീഡാണ് സ്ഥലത്ത്, ക്യാരക്ടറേഷൻ ഇതൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നവാസ്ക ഇതായത്. ഞാൻ അന്ന് അവൾക്ക് പോരുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതിനൊപ്പം ഒന്ന് രഹനായും കൂടി അഭിനയിച്ചാൽ ഒന്ന് വഴക്കൊന്നും പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം രഹനായും കൂടി അഭിനയിച്ചാൽ എനിക്കുള്ള സന്തോഷം, കാരണം നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ആവും. പിന്നെ ഒരു പുതുമയുണ്ട്. എപ്പോഴും നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഓരോ ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടറൊക്കെ എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ. പക്ഷെ ഇവര് 2 പേരും കലാകാരന്മാർ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സിനിമയിൽ, പിന്നെ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പ്രസൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാർ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇവരിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോ ഉപ്പ എന്ന് പറഞ്ഞൊരു നാടക നടൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പാനെ അന്നാണ് കാണുന്നത് അവിടെ ജസ്റ്റ്. അപ്പൊ ആരെങ്കിലും നാടക നടൻ നമുക്ക് അങ്ങനെ ഈ ഉപ്പയുടെ കാര്യം കൂടി നമുക്കൊന്ന് ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു വണ്ടിക്ക് 3 പേര് പോന്നോളൂ. എന്നിട്ട് മൊത്തത്തിൽ എമൗണ്ട് പറഞ്ഞു കൊട്ടേഷൻ. അപ്പൊ അങ്ങനെ ലാഭം പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സിറാജ്. കുളത്തിലാണല്ലോ, പുറത്തേക്ക് പോയില്ല. ഇതിന്റെ റിലീസ് ഡേറ്റ് February 7th ആണ്. പക്ഷെ February 6th
പാൻ ഇന്ത്യൻ പടമായ അജിത്തിന്റെ വിടാമുയർച്ച ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പേടിയുണ്ടോ? കാരണം ഇത് ഈ വിടാമുയർച്ചയുടെ റിലീസിന് ശേഷമാണ് അതിന്റെ റിലീസ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇതിന്റെ ഇത്? നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സിനിമകളുടെ ഒപ്പം വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം കിടപിടിക്കാനോ നമ്മളില്ല. ഇതൊരു കൊച്ചു ചിത്രമാണ്, ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ഈ ഒരു കൊച്ചു സിനിമയിൽ ഇനി എത്ര വലിയ സിനിമകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ സിനിമയും കാണണം, എൻ്റെ സിനിമ മാത്രം കാണണമെന്നല്ല. ഇതൊരു കലാമൂല്യമുള്ളൊരു സിനിമയാണ്. ഇത്തരം സിനിമകൾ ഇനിയും ചെയ്യാൻ നമുക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് എൻ്റെ അടുത്ത് സലീമൊക്കെ പറഞ്ഞ എനിക്കകത്ത് ഒരു രൂപ ലാഭം വേണ്ട, ഈ മുടക്കിയ കാശുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിൽ കലാമൂല്യമുള്ള ഒരുപാട് കഥകളുണ്ട്, ഇനി ബിസിനസ് പരമായിട്ടുള്ള കഥകളും ഉണ്ട്. അത് ഏതിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഇനിയിപ്പം അതായത് മുസ്ലിംസില് മാത്രമല്ലല്ലോ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു പ്രമുഖ ധ്യാന കേന്ദ്രത്തില് അവിടുത്തെ പത്രം, അവരുടെ പത്രം ഒരു അസുഖം വന്നപ്പോ അത് കഴിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടായി, ICU വരെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിരുന്നു. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പല മതങ്ങളിലും. പ്രൊഡ്യൂസർ ഈ പടത്തിൽ നിന്ന് ലാഭം കിട്ടി കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അല്ല, അങ്ങനെ നമ്മളിങ്ങനെ മതം തന്നെ പറയണമെന്നില്ലല്ലോ. നമ്മൾ പറയാനുള്ളത് ഈ സാധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോ ഒരു കുറെ കാലത്ത് എല്ലാ മതങ്ങൾക്കും ഇത് കാണാം. അല്ലാണ്ട് ഇതിപ്പോ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമുള്ള കാണാനുള്ള സിനിമ അല്ലല്ലോ. ഒരു സിനിമയാണ്, പക്കൊരു സിനിമയാണ്. ഇതിനകത്ത് എല്ലാ കാസ്റ്റിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിതിനകത്ത് മതസൗഹാർദ്ദം പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളങ്ങനത്തെ ഒരു മതം പറയുന്ന സിനിമ അല്ലല്ലോ. നിങ്ങളെങ്ങനെ തോന്നിയോ ഇതൊരിക്കലും മതം പറയുന്ന സിനിമ? ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സാമൂഹികമായിട്ടുള്ള ഈ അനാചാരങ്ങൾക്കെതിരെയുള്ള സിനിമയാണ്, ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പക്കൊരു ശരിക്കും സിനിമയാണ്, നിങ്ങൾക്കൊരു എന്റർടൈൻ ചെയ്യാൻ. അതായത് 1 മണിക്കൂറിനും 50 മിനിറ്റും. അല്ലാണ്ട് നമ്മളിത് ആരെയും വിളിച്ച് ഇത് ഭയങ്കരമായിട്ട് കത്തിക്കണം അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. ഞാൻ പറഞ്ഞത് നേരത്തെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തനമല്ല, അല്ലാതെ ചോദിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു മറ്റേ ചൈനർ മൗലയുടെ കാര്യമെല്ലാം പറഞ്ഞു. ഈ സിനിമ സാമുദായികപരമായിട്ടോ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു ഇത് വരുത്താൻ വേണ്ടിയുള്ള സിനിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അത് ചേകനൂർ മൗലയുടെക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ അദ്ദേഹം മാധ്യമപ്രവർത്തനം ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ചേകനൂർ മൗലയ്ക്ക് എന്താ സംഭവിച്ചത് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ രീതിയിൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയൊന്നും പോകേണ്ട കേസിൽ നമുക്ക് സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളില്ല. ഇത് നമ്മള് ഒരിക്കലും മതം പറയുക അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറയുക ഒന്നുമില്ല. നിങ്ങൾ തന്നെ ഒരു സിനിമയായിട്ട് കാണുക. അത് ഇഷ്ടമുള്ളവർക്ക് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കാം, അത് വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മുതൽ ഈ സിനിമയുടെ പേരിൽ എനിക്കിപ്പോ ഇവിടെ നടക്കുന്ന എല്ലാ സാമുദായിക കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ അടുത്ത സ്ക്രിപ്റ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സാധാരണ ഈ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ചർച്ചകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല സാധാരണ, അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഭയങ്കര ധൈര്യത്തോടെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതില് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ശരിക്കും അതിനെ വിമർശിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതാണ് പുള്ളിക്ക് പറഞ്ഞതെന്ന് മനസ്സിലായ കാര്യം. അതായത് നമുക്ക് എന്താ പറയാ, ചർച്ചകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനൊക്കെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ബുദ്ധി തോന്നി ഇപ്പൊ എന്നെ തട്ടിക്കളത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് ഡെയിലി പോയി കേസൊക്കെ ആയിട്ട് നടക്കും. അതിൽ എന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ നല്ല സിനിമയൊക്കെ ആയിട്ട് വരാൻ കഴിയും എന്ന്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടെ ഉണ്ടാവും. അങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ മറ്റുള്ള മതങ്ങൾക്ക് ഭീഷണിയായിരിക്കും. ഇതിനകത്ത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മതം പറയേണ്ട കാര്യം, ഇതൊരു മത സിനിമ അല്ലത് ഒരിക്കലും. നമ്മളിങ്ങനെ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ആളുകൾ വല്ലാണ്ട് വേറെ രീതിയിലേക്ക് തലത്തിലേക്ക് പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഞാൻ ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ സിനിമ കണ്ടതാണ്, ഇതൊരു മത സിനിമയാണോ? മതസിനിമയല്ല, നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ അതായത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലോകം വിരൽത്തുമ്പിൽ, അതായത് ഒരു മൊബൈലിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് അറിയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമുക്ക് അറിവുണ്ട്. ഈ അറിവുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ടെക്നോളജികൾ വളർന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഇപ്പോഴും
ഇത്രയും വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും മാമൂൽ കെട്ടുകളിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നത് എന്താണ് ഉള്ളതാണ് നമ്മൾ ഈ സിനിമ കൂടെ പ്രതിപാദിക്കുന്നത്. എന്റെ സംശയം കൊണ്ട് ചോദിക്കുകയാണ്, ഇതിലൊരു പർട്ടിക്കുലർ സീനില് ഇപ്പൊ രഹനയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് അശുദ്ധിയാണ് അടുക്കളയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല. അല്ല, ഇതെന്താണ് നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, നേരിട്ട് എനിക്ക് പറയാം, ഞാൻ കഥ എഴുതി, ആ കഥ ഞാൻ അതിനകത്ത് വച്ചിട്ടുണ്ട്. ഇത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോരുത്തരും ഈ പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയൻസ് ആണ് പറയുന്നത്. അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചുമ്പോൾ നേരിട്ട് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണല്ലോ എഴുതിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. സിനിമയിലെ പല കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് അറിവില്ല. അതാണ് ഞാൻ ആ സീനിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ചോദിച്ചത്. അല്ല, ഞാൻ എന്നെ മറുപടി പറഞ്ഞു, അതായത് എന്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ തെളിവ് എവിടെയാണെന്ന് ചോദിക്കരുത്. കാരണം അത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവം വന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമുക്ക് ഇടയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കഥയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇതേ സീൻ തന്നെ കുറെ ഹിന്ദു റിലീജിയനെ ബേസ് ചെയ്തിട്ട് കുറെ ഫിലിംസിൽ വന്നിട്ടുണ്ട്. പക്ഷെ മുസ്ലിം റിലീജിയനെ ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ വന്നത്. എന്തായാലും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവാതെ വലിയ വിജയം മാറട്ടെ. അടുത്തടുത്ത് കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് താരങ്ങളെ വരെയുള്ള സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. എനിക്ക് കാണുമ്പോഴേ ആ ഒരു പെട്ടെന്ന് ഫ്ലക്സ് ആകുമ്പോ ഷറഫുദ്ദീനെ പോലെ എന്നെ പോലെയല്ലേ ഷർഫുദ്ദീൻ? അത് ആദ്യം വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നത്. കുറച്ച് ചിലപ്പോൾ നിങ്ങൾ മാറ്റി പറഞ്ഞോണ്ട് അതുണ്ട്. ശരി അങ്ങനെ. പിന്നെ ആ സംസാര രീതികളും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങനെ പലരും പറയാറുണ്ട്. അത് മാറ്റിയെടുക്കണം അല്ലേ? കല്യാണം കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകൾ മോസ്റ്റ്ലി കല്യാണം കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കല്യാണം എല്ലാവരും വീടിനകത്ത് തന്നെയാണ്. ആർട്ടിസ്റ്റുകൾ വീടിനകത്ത് ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് അങ്ങനെ? ഒത്തിരി പേരുണ്ട്. മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ വീടിന്റെ അകം അങ്ങനത്തെ ഒരു പണ്ട് കാലം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സിനിമ തന്നെ അങ്ങനെ ഒരു കഥ വന്നത്. എല്ലാവർക്കും അങ്ങനത്തെ ഇങ്ങനെ വേഷങ്ങൾ കിട്ടാറുണ്ടായി. അതുകൊണ്ടാണോ വീടിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചത് ഇത്രയും നല്ല അത് നേരെ പറയും. എന്നെ ആരും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ഞാനായിട്ട് വീട്ടിലിരുന്നതാണ്. എനിക്ക് കുട്ടികളെ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പൊ കുട്ടികളെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് ഞാനങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫീൽഡിൽ നിന്ന് പോയപ്പോഴും എനിക്ക് അങ്ങനെ പോയിന്ന് തോന്നിയിട്ടില്ല. മാസ്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. അതുള്ളിലുള്ളതുകൊണ്ടാണല്ലോ പെർഫോം ചെയ്യാൻ കിട്ടിയപ്പോ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും തോന്നല്ല, ലേറ്റ് ആയാലും നന്നായി വന്നില്ല. ഈ കഥ ഇപ്പഴാണ് വന്ന് പറഞ്ഞത്. ഒരു 15 കൊല്ലം മുമ്പാണ് നമ്മൾ അന്ന് ചെയ്തത്. ഇനിയും പല പല സിനിമ ചെയ്യാൻ പറ്റട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇതുപോലെ കപ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ട സിനിമ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.